എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യാൻ കാരണം? അവൻ്റെ ഈ ചെയ്ത ആൾക്കാരുടെ വീട്ടുകാരുടെ അച്ഛനും അമ്മ അല്ലെങ്കിൽ ആരാണ് എന്താ നമ്മൾ ജനിപ്പിച്ച് വിട്ടതാണോ? അല്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ജീവിക്കാൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് എല്ലാവർക്കും. ആ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഒരു മനുഷ്യന് അവകാശമില്ല. കാലം മാറിയില്ലേ, മനുഷ്യൻ മാറിയില്ലേ, എല്ലാം ജീവിക്കുന്നവരൊക്കെ മണ്ടരാണ് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരൊക്കെ. പരിഹാസങ്ങളൊക്കെ ചില സമയത്ത് പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. വാഗുണ്ട് അല്ലെങ്കിൽ സംസാരിക്കുക, അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു ചില ആംഗ്യങ്ങൾ, ചില ചിരികൾ, അതൊന്നും നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെന്നല്ല. ഞാനത് മൈൻഡ് ചെയ്യാറില്ല. പ്രണയം ഉണ്ട്, പ്രണയത്തിലാണ് ആണ്. ട്രാൻസ്ജെൻഡേഴ്സ് വേണ്ട, ട്രാൻസ്ജെൻഡേഴ്സ് എന്നൊരു കമ്മ്യൂണിറ്റി ഈ കേരളത്തിന് ആവശ്യമില്ല. ഞാൻ മുൻപിലെ കണ്ടത് നല്ല അടി കൊടുക്കാൻ. എല്ലാവർക്കും നമസ്കാരം. വളരെ വ്യത്യസ്തമായ ഒരാളാണ് ഇപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്നും വന്ന ഒരാൾ. പക്ഷേ കുറച്ച് നാളായി, കഴിഞ്ഞ 7 വർഷമായി സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ മിനി സ്ക്രീനിലും ഒക്കെ തന്നെ വലിയ താരമായി മാറിക്കൊണ്ടിരിക്കുന്ന അമയ പ്രസാദാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. അമയുടെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമസ്കാരം അമയ. നമസ്കാരം. എന്തുണ്ട് വിശേഷങ്ങൾ? പുതിയ സുഖം, നല്ല വിശേഷം അല്ലേ? ഓക്കെ. ഇപ്പോൾ പുതിയതായിട്ട് ഒരുപാട് ക്യാരക്ടർ റോളുകളൊക്കെ നമ്മൾ ടി വിയിലും സിനിമയിലും ഒക്കെ കണ്ടുവരുന്നു. ലേറ്റസ്റ്റ് ആയിട്ടൊരു പോലീസ് വേഷം കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടതിന് ശേഷമാണ് ശരിക്കും ഇങ്ങോട്ട് വരണം തോന്നിയത്. വളരെ നല്ല രീതിയിലായിരുന്നു ഒരു ഫിലിമിന്റെ തുടക്കം അല്ലേ? അത് പോലീസ് വേഷം ചെയ്തത് ഒരു വെബ് സീരീസ് ആണ്, ഇൻസ്പെക്ടർ നിഷ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്ത് തന്നെ ആ ഒരു വെബ് സീരീസ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒരു പോലീസ് ഓഫീസറാണ്. അപ്പോൾ അവർക്കുണ്ടാകുന്ന പല കാര്യങ്ങളും ഓരോരോ സീരിയസ് ആയിട്ട് ഇങ്ങനെ പോകുന്നു. ആദ്യത്തെ എപ്പിസോഡ് വന്നപ്പോൾ തന്നെ ഒരുപാട് പേർക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. പിന്നീടാണ് പിന്നെ പവിത്രം സീരിയലിലേക്ക് ഒരു തീർച്ചയായിട്ടും. എങ്ങനെയുണ്ട് സീരിയൽ എക്സ്പീരിയൻസ്? സീരിയൽ ആദ്യമായിട്ടല്ല, ഞാൻ അമൃതയിൽ ആൺപിറന്നോളുന്ന സീരിയൽ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറേ നാൾ അതുണ്ടായിരുന്നു. പിന്നെ അത് അമൃത ആയതുകൊണ്ട് ഒതുങ്ങി പോയോ എന്നുള്ളൊരു കാര്യമുള്ളൂ. ഇപ്പം ഏഷ്യാനെറ്റിൽ വന്നപ്പോൾ ഒറ്റ ദിവസത്തെ ആദ്യത്തെ എപ്പിസോഡ് കൊണ്ട് തന്നെ എല്ലാവരും അറിയുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷം. കാരണം ആ സീരിയൽ പവിത്ര അത്രമാത്രം ഹിറ്റ് സീരിയലാണെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. എന്നുവെച്ചാൽ കുറച്ച് എപ്പിസോഡുകളെ ആയിട്ടുള്ളൂ എങ്കിൽ പോലും റേറ്റിംഗിൽ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സീരിയൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ അത് പവിത്രത്തിൽ കൂടെ അറിഞ്ഞവരും ഉണ്ട്. ആ ജീന എന്ന കഥാപാത്രമാണ്. അപ്പോൾ ജീനയല്ലേ എന്ന് വന്ന് ചോദിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. ജീനയല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും നമുക്കറിയാം, ഏഷ്യാനെറ്റ് പോലൊരു മുൻ സ്ട്രീം ചാനലിലേക്ക് ഈ ഇത്തരം ക്ഷണം ലഭിച്ചപ്പോൾ ആദ്യം എന്താ ഫീൽ ഉണ്ടായത്? ഭയങ്കര സന്തോഷമായിരുന്നു. ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന വലിയൊരു ചാനലിലെ ഒരു ഭാഗമാകുക എന്ന് പറയുന്നതിന് വലിയ കാര്യമാണ്. ആരും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്, ഒരു കാര്യമാണല്ലോ. കാരണം നമ്മൾ ബിഗ് സ്ക്രീനിലാണ് ഇപ്പോൾ 2-3 സിനിമകൾ ചെയ്ത് കഴിഞ്ഞു. അപ്പം അതിനിടയിൽ ആ ബിഗ് സ്ക്രീന് ചെയ്യുന്ന എത്രത്തോളം ഇതുണ്ടോ അത് തന്നെയാണ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു ചാനലിലേക്ക് വന്നപ്പോൾ ഉണ്ടായ സന്തോഷം. അതപ്പോൾ പവിത്രത്തിലേക്ക് വിളിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. നമുക്കറിയാം, നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ അല്ലേ ഒന്ന് മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു സമയം തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി വരുന്നു. പക്ഷെ സീരിയൽ രംഗത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിൽ ഒരാളെ അല്ലേ അത്രയും മെയിൻ ഒരു വലിയൊരു ക്യാരക്ടറിൽ ഒരു സീരിയലിലേക്ക് ക്ഷണം കിട്ടുന്ന ആദ്യമായിട്ടല്ല. നമ്മുടെ കമ്മ്യൂണിറ്റി അഭിനയിക്കുന്നവരുണ്ട്. ഇപ്പോൾ റിയായിഷ അപ്പുറത്ത് ഏഷ്യാനെറ്റിന്റെ വേറൊരു സീരിയലിൽ നല്ലൊരു പോലീസ് ഓഫീസർ വേഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത്ര ഒരു നല്ലൊരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്യാരക്ടർ ഏഷ്യാനെറ്റ് തരുന്നത് എനിക്കായിരിക്കും എന്നുള്ളൊരു അഭിമാനമുണ്ട്. ഇപ്പോൾ ശരിക്കും അമയ എന്ന് പറയുന്ന വ്യക്തിയെ കേരളക്കരയാകെ തന്നെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് സീരിയലിലൂടെ. അപ്പോൾ ശരിക്കും ആനുകാലികമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ അമയ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശരിക്കും കൊച്ചിയിൽ ഇത്തരത്തിലൊരു ട്രാൻസ് വുമണിന് നേരെ വലിയ രീതിയിലുള്ളൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നമ്മളൊക്കെ തന്നെ വളരെയധികം ദൃശ്യങ്ങളിലൂടെ ആ സ്ത്രീയുടെ അവരുടെ ശരീരത്തിന്റെ ഭാഗം കണ്ടിട്ട് അത്രയും വേദനയോടുകൂടി തന്നെയാണ് കണ്ടത്. അമയ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? എങ്ങനെയാണ് അമയ ഇതിൽ പ്രതികരിക്കുന്നത്? അവനെ ആദ്യം ഞാൻ മുമ്പിലെ കണ്ടത് നല്ല അടി കൊടുക്കാൻ തന്നെ. അതിപ്പോൾ അവനെന്നല്ല ആരായാലും ഒരുപാട് ആൾക്കാരാ ഇങ്ങനെയുള്ള കുറേ ഇഷ്യൂസ്. ഇതിപ്പം ആ കുട്ടി അത്രമാത്രം ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു വലിയ കമ്പിയൊക്കെ കൊണ്ടുവന്ന് ദേഹത്തെ ഭയങ്കരമായിട്ട് അടിച്ച്. ഞങ്ങളൊക്കെ അത് കണ്ട്, ഞങ്ങൾ ഫ്രണ്ട്സാണ് അവർ. അപ്പോൾ കൂട്ടുകാരികൾക്ക് ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് സംഭവിച്ചതുപോലെയാണ്. നമുക്ക് പറ്റിയാൽ എന്ത് ചെയ്യും? അതേപോലത്തെ ഒരു വേദനയാണ്, ഭയങ്കര വേദനയാണ്. അറിഞ്ഞ സമയത്ത് ഒരുപാട് സങ്കടം തോന്നി, ഒരുപാട് വിഷമം തോന്നി. പക്ഷെ ഇതിനിടയിൽ നന്നായിട്ട് പോരാടണം. ഇതിന്
ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഒത്തൊരുമയോടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിന് ഇപ്പോൾ സർക്കാരായിരുന്നാലും ഇപ്പോൾ കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് നമ്മളിൽ തന്നെ പല പല ആൾക്കാർ, നമ്മളെന്ന് പറയുന്നില്ല എല്ലാവരും ഒരുപോലെയാണ്. പക്ഷേ അങ്ങനെ കാണാൻ ജനങ്ങൾക്ക് കഴിയണമെന്നുള്ളതിലാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യേണ്ട കാര്യം അവർ തന്നെ ചിന്തിച്ച് നോക്കണ്ടേ? ഇപ്പോൾ പോലീസ് ഒരു ഇഷ്യൂ ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നിട്ടുണ്ട്, ആക്ട് പ്രകാരമാണ് ഇപ്പോൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ ട്രാൻസ്ജെൻഡേഴ്സ് വേണ്ട, ട്രാൻസ്ജെൻഡേഴ്സ് എന്നൊരു കമ്മ്യൂണിറ്റി ഈ കേരളത്തിന് ആവശ്യമില്ല, ഞങ്ങൾ ആണ് പെണ്ണെന്നൊരു സങ്കല്പം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതിനോട് എത്രത്തോളം അവർ പറയാൻ ആരാണ്, അവൻ ആരാണ് അങ്ങനെയൊക്കെ ചോദ്യം ചെയ്യാനും ദേഹോപദ്രവം ചെയ്യണം? ആരോ ആയിക്കോട്ടെ, ഒരു ചെറിയൊരു ജീവിയെ പോലും ഉപദ്രവിക്കാൻ ആർക്കാണ് അവകാശം കൊടുത്തിരിക്കുന്നത്? ആരാണ് അവകാശം കൊടുത്തിരിക്കുന്നത്? അപ്പൊ എല്ലാവർക്കും ജീവിക്കാൻ, ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് എല്ലാവർക്കും. ആ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഒരു മനുഷ്യന് അവകാശമില്ല. ചെയ്തതിന് വളരെ വളരെ ഭയങ്കര ഇതായിട്ട് തന്നെ ഞങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണമെന്ന് പറയാൻ അത്ര അങ്ങനെ തന്നെ കൈകാര്യം ചെയ്യും എന്നുള്ള ഒരു തീരുമാനത്തിലാണ്. തീർച്ചയായിട്ടും അത് നിയമപരമായിട്ട് നല്ല രീതിയിൽ അവന് വേണ്ട ശിക്ഷ എന്ത് ശിക്ഷ കൊടുക്കാൻ പറ്റുമോ അത്രയും ശിക്ഷ കൊടുത്താൽ അത്രയും സന്തോഷമാണ്. കാരണം സ്വന്തം വീട്ടിൽ സ്വന്തം സഹോദരങ്ങളാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുമോ? എത്രത്തോളം അവന് ഇത്രയും എന്താ പറയുക ക്രൂരമായി എന്ന് വെച്ചാൽ ഭയങ്കര ക്രൂരമായി ചെയ്തിരിക്കുന്നത്, ദേഹോപദ്രവം ചെയ്തിരിക്കുന്നത്. ശരീരമൊക്കെ കണ്ട ഞാൻ ഇപ്പോഴും കുറച്ച് നേരത്തെ ആ ഒരു പിക്ചർ നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കും. അത്രമാത്രം വിഷമം തോന്നി ഈ ഒരു ഇത് കണ്ടിട്ട്, ഭയങ്കര വിഷമം തോന്നി ഇത് കണ്ടു കഴിഞ്ഞാൽ. ഇത് ഞങ്ങളൊക്കെ കൂടെ ഞങ്ങളെല്ലാ പ്രോഗ്രാംസിനൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കാണുന്നവരാണ്. ഒരുമിച്ച് കാണുമ്പോൾ ഞങ്ങളൊക്കെ പരസ്പരം ഇത് തന്നെ. ഇപ്പം എനിക്ക് പറ്റിയ എന്താണ്, എനിക്ക് പറ്റിയതുപോലെ എന്നല്ല, പോലെ എന്ന് പറയണ്ടേ, എനിക്കാ പറ്റിയിരിക്കുന്നത്. എൻ്റെ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് അത്രയും വേദനയുണ്ട്. ഞാൻ അത്രമാത്രം ഞങ്ങളെല്ലാവരും ഒരുപോലെ വിഷമിച്ചങ്ങനെ. ആർക്കും ഇങ്ങനെ പറ്റരുത്, ഒരു മനുഷ്യനും ഇങ്ങനെയൊന്നും ചെയ്യരുത്. എന്തിനു ചെയ്യുന്ന, അവരെന്താ ചെയ്യേണ്ട കാര്യം എന്താണ്? അതിന് ആദ്യം അവരൊരു ആൻസർ തരട്ടെ. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യാൻ കാരണം? അവൻ്റെ ഈ ചെയ്ത ആൾക്കാരുടെ വീട്ടുകാരാണ്, അച്ഛനും അമ്മ, അല്ലെങ്കിൽ ആരാണ്, എന്താ നമ്മൾ ജനിപ്പിച്ച് വിട്ടതാണോ? അല്ലല്ലോ. ഓരോ മനുഷ്യരും ഈ ഭൂമിയിൽ ജനിക്കുന്ന അവരുടെ ഇതുകൊണ്ടാണ് ജനിക്കുന്നത്. ആ ജന്മത്തിൽ ചോദ്യം ചെയ്യാൻ ആർക്കാ അവകാശം? ഒരു മനുഷ്യന് അവകാശമല്ലേ ചോദ്യം ചെയ്യാൻ? മൃഗങ്ങളെ പോലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അത്രമായി ക്രൂരമായ പെരുമാറിയിരിക്കുന്നത്. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? വിഷമമുണ്ട്, പിന്നെ ദേഷ്യമുണ്ട്, എല്ലാം ഉണ്ട്. ഞങ്ങൾ മാത്രം എല്ലാവരും അത്ര ദേഷ്യത്തിലാണ്. ഞാൻ ഇപ്പൊ അത്ര ദേഷ്യത്തിലായിരിക്കുന്നത് സത്യം പറഞ്ഞ. മനുഷ്യനല്ലേ ശരിക്കും പറയുന്നത്. എന്ത് വിഭാഗം, ഏത് കാറ്റഗറി ആണെങ്കിലും ഒരു മനുഷ്യനെയാണ് ഇത്തരത്തിൽ പട്ടിയെ തല്ലുന്ന പോലെ ശരിക്കും ഓട്ടിച്ചിട്ട് അടിക്കുക. വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവാ. ഓട്ടിച്ചിട്ട് അടിക്കുക. നമ്മൾ വെറുതെ പോകുമ്പോൾ പോലും കാലം മാറിയില്ലേ, മനുഷ്യൻ മാറിയില്ലേ? എല്ലാം ജീവിക്കുന്നവരൊക്കെ മണ്ടരാണോ? ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ മണ്ടന്മാരാണോ? പല പല ആൾക്കാരുണ്ട്. അവർ എന്താ ഇങ്ങനെ വിവരം ചിന്തിച്ചാ പോരെ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ? ചിന്തിച്ച് ഇത് കാണിക്കണം ഓരോ കാര്യങ്ങള്. ഇത്രയും വിവേകം ഇല്ലാത്ത രീതിയിലാണ് ശരിക്കും പറഞ്ഞ ഒരു മനുഷ്യന് യാതൊരു മാനുഷിക പരിഗണന കൊടുത്തില്ല എന്നുള്ളതാണ്. അത്രത്തോളം അമ്മ അത് പറയുമ്പോ അമ്മയുടെ കണ്ണുകൾ പോലും നിറയുന്നുണ്ട്. അത്രയും സങ്കടത്തിനാണ് അവരത് പറയുന്നത്. അങ്ങേറ്റ വേദനയോട് കൂടി തന്നെയായിരുന്നു ഈ ഒരു വിഷയത്തിൽ എല്ലാവരും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഒരു മനുഷ്യ ജീവി എന്നുള്ള പരിഗണന പോലും കൊടുക്കാത്ത തരത്തിലായിരുന്നു ആ ഒരു ക്രൂരമായ കൃത്യമേള ചെയ്തത്, അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ ഇതിന്റെ നിയമ സംവിധാനങ്ങളൊക്കെ തന്നെ ഏതായാലും അതിന് എത്രത്തോളം പരമാവധി ചെയ്തവര് എന്ത് പൂർവ്വം ചെയ്ത, ഇനി മദ്യലഹരിയിലാണോ ഇനി എന്തിലാണോ എന്നൊന്നും അറിയില്ല, എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ പോലും അവർക്ക് അതിന് വേണ്ടിയുള്ള ശിക്ഷ കൊടുക്കുന്നത് വരെയും ഞങ്ങൾ എല്ലാവരും ഒന്നടങ്കം പോരാടുക തന്നെ ചെയ്യും. ശരിക്കും അമ്മയ ഈ 8 വർഷമായിട്ടുള്ളൂ ഈ ഒരു അല്ലെ കമ്മ്യൂണിറ്റിയിലേക്ക്. നമ്മള് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്, അല്ലെ? ആ കാലഘട്ടത്തിനിടയിൽ എപ്പോഴെങ്കിലും ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു മാനസികമായിട്ട് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ശാരീരികമായി ഉപദ്രവിക്കുന്ന ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടോ? ഉപദ്രവം അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്കുണ്ടായാലും നമ്മളെ ഫ്രണ്ട്സിനുണ്ടായാലും എനിക്കിപ്പോൾ എന്നെയാണ് ചോദിച്ചത്. ഞാൻ എന്ന് പറയുന്ന വ്യക്തി മാക്സിമം അഡ്ജസ്റ്റ് പരിഹാസങ്ങളൊക്കെ ചില സമയത്ത് പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. കൊണ്ട് അല്ലെങ്കിൽ സംസാരിക്കുക, അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു ചില ആംഗ്യങ്ങൾ, ചില ചിരികൾ, അതൊന്നും നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ഞാനത് മൈൻഡ് ചെയ്യാറില്ല. പിന്നെ പല സ്ഥലത്തും പല രീതിയിൽ പോകുമ്പോൾ ഒഴിവാക്കപ്പെടുക എന്നുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം ഫിലിം ഇൻഡസ്ട്രിയിലായിരുന്നാലും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലായിരുന്നാലും ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് മീൻസ് ഞങ്ങൾ വർക്കിന് പോകുന്ന സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഹോട്ടലിലായിരുന്നാലും അവർ ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് അവർക്ക് എത്രത്തോളം നമ്മളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു വിഷമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പല സ്ഥലത്തും. പക്ഷെ അതിനൊരു ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്, എനിക്ക് സാധിച്ചിട്ടുണ്ട്.
സാധിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ട് സാധിച്ചിട്ടുണ്ട്. ശരിക്കും അമ്മയ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മളിങ്ങനെ മാറി വരുന്ന സമയങ്ങളിൽ നമുക്കറിയാം നമ്മുടെ സൊസൈറ്റിയിൽ ആളുകൾ നമ്മളെ വിളിക്കുന്ന ചില പേരുകളൊക്കെ ഉണ്ട്. അത്തരം പേരുകളിലേക്ക് ഞാൻ അങ്ങനെ ഏതെങ്കിലും പരിഹാസ പേരുകളോ അങ്ങനെ ഏതെങ്കിലും? പണ്ടൊക്കെ, ഇപ്പൊ ഒന്നും അങ്ങനെയൊന്നും ഒരു ബലം, നമുക്കൊരു സ്ട്രെങ്ത് ഉണ്ട്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് സമൂഹത്തിൽ ജീവിക്കുക. കേരളത്തിൽ പ്രത്യേകിച്ച് എല്ലാവരും ഒത്തൊരുമയോട് കൂടി മുന്നോട്ട് വന്ന എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ കഴിവുള്ളവരാണ്. അപ്പം ആ ഒരു ഇതില് നമ്മൾക്ക് അങ്ങനെയൊന്നും ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ എല്ലാവരും ശ്രമിക്കാറുണ്ട്. അപ്പോൾ എങ്കിലും പരമാവധി നമുക്ക് അത്തരം സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് കടന്നു വന്നത് ഈ ഒരു ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അപ്പോൾ കുടുംബത്തിൽ നിന്നായിരുന്നാലും സമൂഹത്തിൽ നിന്നായിരുന്നാലും ഒക്കെ. ഇപ്പം ഈ ഒരു അമയ പ്രസാദ് ഇങ്ങനെ ഒരു ഇതിലെത്തിയപ്പോൾ അതിന് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ ഇതൊക്കെ നേടിയെടുത്തത്. അപ്പോൾ ഉറപ്പായിട്ടും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നേടിയെടുത്തത്. ഇപ്പോഴും കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിനുപരി ഇനിയും കഷ്ടപ്പെടണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആഗ്രഹമാണ് ഒരു മനുഷ്യൻ പ്രയത്നമാണ് എപ്പോഴും ഒരു മനുഷ്യൻ ഒരു ഇതിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നത്. ഞാൻ പ്രസാദായിരുന്നില്ല അമയയിലേക്കായ, അമയ ആയതിനു ശേഷം അമയെ മനസ്സിലാക്കി കുറേ പേര് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിലുപരി ഇപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ പോലും അത്രമാത്രം ഞാൻ അന്നൊരു വ്യക്തി എൻ്റെ ഇതിലൂടെ പ്രയത്നിച്ച് ഇതുവരെ എത്തിയപ്പോഴാണല്ലോ നിങ്ങൾക്കും എൻ്റെ അടുത്ത് വരണമെന്ന് തോന്നിയത്, എന്നെ ഇന്റർവ്യൂ ചെയ്യണമെന്ന് തോന്നിയത് ഒക്കെ അതുകൊണ്ടല്ലേ. അപ്പം ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, കുറെ ലക്ഷ്യങ്ങളുണ്ട്. ഇനിയും എന്ത് നേടണം അല്ലെങ്കിൽ എന്ത് നേടിയെടുക്കണം എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഇപ്പൊ മുന്നോട്ട് ജീവിക്കുന്നത് തന്നെ. സർജറി ഒക്കെ സക്സസ് ആയിരുന്നു? തീർച്ചയായിട്ടും എല്ലാ സർജറിയും കഴിഞ്ഞതാണ്, സക്സസ് ആണ് നല്ല രീതിയിൽ. നിലവിൽ ഇനി എന്താണ് ലൈഫിൽ ഒരു അച്ചീവ്മെന്റ്? ലൈഫിൽ എല്ലാ മനുഷ്യർക്കും ആഗ്രഹമുള്ളതുപോലെ കഴിഞ്ഞ വർഷവും കുറേയേറെ അവാർഡുകൾ മേടിച്ചു, ഇനിയും മേടിക്കണം. പിന്നെ എന്തോ പറയുക, നല്ലൊരു ലൈഫ്, ഒരു നല്ല രീതിയിൽ നല്ലൊരു ലൈഫ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം കാണും. ഒരു പാർട്ട്ണറായിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ, മുന്നോട്ട് പോവുക. പ്രണയം ഉണ്ട്, പ്രണയത്തിലാണ് ആണ്. ഉടനെ തന്നെ വിവാഹം എന്ന് പറയാൻ, വിവാഹം ഉണ്ടാവും. ഇപ്പൊ കരിയറിന്റെ ഇനിയിപ്പോ കരിയറാണ് പക്ഷെ ആ കരിയറിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാൾ തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സന്തോഷമുണ്ട്. വെളിപ്പെടുത്തുന്നില്ല ആള് ഇപ്പൊ വെളിപ്പെടുത്തില്ല, ആളിവിടെ ഇല്ല, പുറത്താണ്. അപ്പം തീർച്ചയായിട്ടും വരും. ആളെന്നെ വിളിക്കുന്നത് ചക്കി എന്നാണ്. ഓക്കെ, അപ്പൊ ചക്കിയുടെ അമയ അല്ലേ? അമയ, ചക്കിയുടെ സ്വന്തം അമയ. അപ്പൊ ശരിക്കും പറഞ്ഞു ചക്കിന്ന് വിളിക്കുന്നത്. ഓ സോറി, ഓക്കെ ഓക്കെ. അപ്പൊ പൊന്നൂന്റെ സ്വന്തം ചക്കിയാണ് ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. ചക്കിയുടെ വിശേഷങ്ങളൊക്കെ തന്നെ പങ്കുവച്ചു. ചക്കി ഒരുപാട് വിഷയങ്ങൾ, ആനുകാലികമായിട്ട് വിഷയങ്ങളൊക്കെ പ്രതികരിച്ചു. ഏതായാലും ഇനി എന്ത് മെസ്സേജാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഇനി വരുന്ന കുട്ടികൾക്കും ഒക്കെ എന്ത് മെസ്സേജാണ് പങ്കുവയ്ക്കാനുള്ളത്? ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യം ആണ്. അത് പോയിട്ട് ഞങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ജെൻഡർ, നമ്മൾ എന്താണെന്ന് അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാൻ എന്താണ് എന്ന് അറിയാൻ സ്വന്തമായി തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ് കാര്യം. കാരണം ഞാൻ പ്രസാദ് എന്ന അമയായി, അപ്പോൾ അമയ പ്രസാദ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പേഴ്സൺ ഉണ്ടെങ്കിൽ ആ ആള് പറയുകയാണ് ഞാൻ ഇന്ന ആളാണെന്ന് പറയുന്നതിൽ സ്വന്തമായി ഉറപ്പായിട്ടും ധൈര്യപൂർവ്വം പറയുക, ഞാൻ ഇന്ന ജെൻഡറിൽ ജീവിക്കാൻ ആഗ്രഹപ്പെടുന്ന ആളാണെന്ന് കുടുംബത്തിൽ നിന്ന് എന്നെ പറഞ്ഞും സമൂഹത്തിൽ അറിയിച്ചും ജീവിക്കുക. ആരുടെ മുന്നിൽ തോൽക്കുകയോ പേടിക്കുകയോ ഒന്നും വേണ്ട. കാലം മാറി, എല്ലാം മാറി, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ വരുന്നതിന് അതിൻ്റെതായ കാര്യങ്ങളുണ്ടാവും, കാരണങ്ങളുണ്ടാവും. ചുമ്മാതെ ഒരാൾ വന്നിട്ട് ഞാൻ ട്രാൻസ്ജെൻഡർ ആണ് അല്ലെങ്കിൽ ഞാൻ ഇന്ന കാറ്റഗറിയിലെ ആളാണെന്ന് ഒരിക്കലും പറയില്ല. വെറുതെ ഒരാളിന് വന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ഞാൻ ട്രാൻസ്ജെൻഡർ ആണെന്ന്. ആ ആളിന് ആ ട്രാൻസ്ജെൻഡർ ആവാനുള്ള അർഹത ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആണ് എന്നുള്ള അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ആള് ട്രാൻസ്ജെൻഡർ ആയിരിക്കും. അമ്മ, ഇനി ഒരു കാര്യം ചോദിക്കട്ടെ. നമുക്ക് അറിയാം നമ്മുടെ സർജറികൾ, കേരളത്തിൽ നടക്കുന്ന സർജറികളും അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന സർജറിയേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ബെറ്റർ കൺസിഡറേഷൻ നിങ്ങൾക്ക് തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലും കിട്ടുന്നതായിട്ട് എപ്പോഴെങ്കിലും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? അതിന് വ്യക്തമായ എന്തെങ്കിലും കാരണമുണ്ടോ? സർജറി കേരളത്തിൽ
ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ല സർജറി ഉണ്ട്. തമിഴ്നാട്ടിലും നല്ല നല്ല ഹോസ്പിറ്റലുകളുണ്ട്. പക്ഷേ കൂടുതൽ പേരും മറ്റു സ്ഥലങ്ങളിൽ പോയി സർജറിക്ക് വിധേയമാകുന്നത് വേറൊന്നുമല്ല. കേരളത്തിൽ നിന്നും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുമ്പോൾ അവർക്ക് സർജറി ചെയ്യാനുള്ള ക്യാഷ് കിട്ടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ തമിഴ്നാട്ടിലെ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലെന്ന് പറഞ്ഞാൽ കുറച്ച് ചെറിയ ചെറിയ ബഡ്ജറ്റിലൊക്കെ സർജറികൾ ചെയ്ത് വിടുന്നുണ്ട് പെട്ടെന്ന്. അപ്പം ഇങ്ങനെ കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ നമ്മൾ സർജറി കഴിഞ്ഞ് ആകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം അവിടെ പോയിട്ട് സർജറികൾ ചെയ്യാറുണ്ട്. പക്ഷെ അത് ഭയങ്കര ദൂഷ്യം എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുവഴി അനുഭവിക്കേണ്ടി വരുന്നത്. ഇവിടെ സർജറിക്ക് അതിൻ്റെതായ ഫെസിലിറ്റീസ് എന്ന് വെച്ചാൽ എല്ലാ രീതിയിലും അത് സജ്ജീകരണമായിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്ക് മാത്രം ഒരു പ്രശ്നം, വലിയൊരു ഹോസ്പിറ്റൽ എറണാകുളത്ത് നിന്നൊരു ഇഷ്യൂ ഉണ്ടായി, ഒരു കുട്ടി മരണപ്പെട്ടു. അപ്പോൾ അതിനെ സംബന്ധിച്ച് അതിനുശേഷം സർജറികളൊക്കെയും കൃത്യമായി അത് അന്വേഷിച്ച് കൃത്യമായി ചെയ്യുള്ളൂ. ഇപ്പോൾ സർക്കാരും അതുപോലെ തന്നെ മറ്റു പ്രവർത്തകരും ഒക്കെ അതിനൊപ്പം ഇടപെട്ടിട്ടുണ്ട്. സർക്കാരായിരുന്നാലും പ്രവർത്തകർ എന്ന് പറയുമ്പോൾ നമുക്ക് മുൻ തലത്തിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെയും അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. നല്ല നല്ല ഹോസ്പിറ്റൽ നമ്മളുടെ ആവശ്യം എന്ന് പറയുന്നത് ഇപ്പോൾ സർക്കാർ മെഡിക്കൽ കോളേജുകളുണ്ട്, ഏറ്റവും നല്ല സർജറികളും ബാക്കി കാര്യങ്ങളും ചെയ്യാൻ വലിയ വലിയ ഹോസ്പിറ്റലുകളുണ്ട്. അപ്പം ഇങ്ങനെ കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്ത് വരുന്ന സംഭവങ്ങൾക്ക് അവർ തന്നെ സർജറിക്ക് വിധേയരാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. സർജറിക്ക് ശേഷം നിങ്ങളിലുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് ആവട്ടെ, നിങ്ങളിലുണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള വ്യത്യാസങ്ങൾ വ്യതിയാനങ്ങളാവട്ടെ, ഇത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണമല്ലോ. പോയില്ലെങ്കിൽ വലിയ രീതിയിൽ അത് തിരിച്ചടിക്കത്തില്ലേ? അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് അതിനൊക്കെ? ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഒരു വർഷം മുന്നേയൊക്കെ സർജറി ചെയ്യുന്നതിന് മുന്നേ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. സത്യമായിട്ടും നമ്മളുടെ കറക്റ്റായിട്ടുള്ള ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റുകളും നടത്തണം. ഹോർമോൺ ചെയ്യേണ്ടത് ഹോർമോൺ ചെയ്യണം, ഇത്ര മാസം മെഡിസിൻ കഴിക്കണം, അതൊക്കെ ഡോക്ടർ കറക്റ്റായിട്ട് പറഞ്ഞു തരും. പിന്നെ എല്ലാ റിസൾട്ടുകളും നമ്മളുടെ ബോഡി വൈസ് എല്ലാ സംഭവങ്ങളും നമുക്ക് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ചെക്ക് ചെയ്ത് കൃത്യമായി അതിനുള്ള റിപ്പോർട്ടൊക്കെ കിട്ടിയതിന് ശേഷം മാത്രമേ സർജറിക്ക് വിധേയരാക്കത്തുള്ളൂ. ഓക്കെ. അപ്പോൾ നിലവിൽ ഡയറ്റ് ഒക്കെ ഉണ്ടോ നിങ്ങളുടെ? ഡയറ്റ് ഇപ്പം നമ്മൾ ആവണമല്ല, ആക്ട്രസ് ആയതുകൊണ്ട് കുറച്ചുകൂടെ ഭംഗിയാകണം എന്നുള്ളത് കൊണ്ടൊക്കെ നമ്മൾ ഡയറ്റൊക്കെ ചെയ്യും. പിന്നെ മെഡിസിനൊക്കെ കഴിക്കുന്നത് കൃത്യമായി ഹോം മെഡിസിനൊക്കെ കഴിക്കാൻ പെട്ടെന്ന് വണ്ണം വെക്കുന്നൊക്കെ, സർജറി കഴിഞ്ഞവരൊക്കെ പെട്ടെന്ന് വണ്ണം വെക്കും. ഞാനും ഇങ്ങനെ ഇരുന്ന ആളാണ്, പെട്ടെന്ന് വണ്ണമൊക്കെ വെച്ച്. അപ്പോൾ എന്നാലും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു. കറക്റ്റായിട്ട് ഡയറ്റ് ചെയ്തില്ലെങ്കിൽ നന്നായിട്ട് വണ്ണം വെക്കും. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് കിട്ടിയൊരു കാര്യം വെച്ചാൽ ബിഗ് ബോസിൽ അയ്യോ എന്താണ് പറയാനുള്ളത്? ആഗ്രഹമാണ്. ഇപ്പം എല്ലാ മനുഷ്യനും ആഗ്രഹമുണ്ട്. ഇപ്പോൾ എല്ലാ സീസണിലും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. ഇപ്പം ഏത് സീസണിൽ വിളിക്കുമെന്നുള്ളത്, പിന്നെ എത്ര സീസൺ പോകുമോ, ഇനി ബിഗ് ബോസ് നിർത്തിയിരുന്നു എന്ന് പറയുന്നു, ബിഗ് ബോസ് കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആഗ്രഹം മാത്രമാണ്. ഇതൊരു ക്ഷണം ലഭിച്ചോ? മുന്നേ വർഷങ്ങളിൽ നമ്മൾ ഓഡീഷനിൽ എല്ലാവരും പങ്കെടുക്കുമ്പോൾ പങ്കെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വരുമെന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. ഇനി ചാനലിൻ്റെ തന്നെ ഒരു പ്രൊഡക്റ്റ് അല്ല, ഈ ചാനലിൻ്റെ തന്നെ ഒരു കുട്ടിയായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ, അവരുടെ തന്നെ ഒരു സീരിയലിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും ആഗ്രഹം, ഏറ്റവും വലിയ ആഗ്രഹമാണ് കേട്ടോ, ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് അർഹതയുണ്ട് എന്ന് ചാനലിൽ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരട്ടെ അല്ലേ? അമ്മയുടെ ഇത്രയും നാൾ ലൈഫ് സ്ട്രഗിൾ ചെയ്തൊക്കെ വന്നു, ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എപ്പോഴെങ്കിലും ഒരു ആത്മകഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആത്മകഥ എഴുതി കഴിഞ്ഞു. അപ്പം അതാ ചോദിച്ചത്, ഈ പ്രായത്തിൽ ആത്മകഥ എഴുതിയോ എന്ന് ചോദിച്ചു. അതിനുള്ളൊരു ഉദാഹരണം വേറൊന്നുമല്ല, അമ്മയാകുന്നത് വരെ പ്രസാദിൻ്റെ ഒരു ലൈഫ് ഉണ്ടായിരുന്നു, ജേണി ഉണ്ടായിരുന്നു. ആ യാത്ര ഭയങ്കര ദുർഘടമായ ഒരു യാത്രയായിരുന്നു. അപ്പം ആ യാത്രകളെല്ലാം വിവരിച്ചുകൊണ്ടും എൻ്റെ ജനനം മുതൽ അമ്മയായത് വരെയുള്ള ആത്മകഥയാണ് എഴുതിയത്. അപ്പം എല്ലാവരും ചോദിച്ച ചോദ്യം, അമ്മയ്ക്ക് ആത്മകഥ എഴുതാനുള്ള പ്രായം ആയിട്ടില്ലല്ലോ. അപ്പം പ്രസാദ് എന്ന് പറഞ്ഞൊരു ലൈഫായിരുന്നു, അവിടെ കഴിഞ്ഞു. ഇപ്പം അമ്മയായിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് പല രീതിയിലുള്ള ചോദ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ചോദിക്കുമ്പോഴും അമ്മയായിട്ട് ജീവിക്കുമ്പോൾ അമ്മയെ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിലാണ് നോക്കാനുള്ളത് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ആ പ്രസാദിൻ്റെ ജീവിതം ഒരു നല്ല നല്ല മുഹൂർത്തങ്ങളും ചീത്ത മുഹൂർത്തങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കൂടെ കോർത്തിണക്കൊണ്ട് ആത്മകഥയ്ക്ക് പ്രത്യേക പ്രായം വേണ്ട എന്നാണ് പറയുന്നത്. കഥയുണ്ടെങ്കിൽ ആത്മകഥ അങ്ങനെ ഇല്ല. എനിക്ക് ഒരുപാട് പറയാനുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആത്മകഥയായിട്ട് മറ്റുള്ളവരിൽ അറിയിക്കണം, അങ്ങനെ രചിച്ചു. എന്താണ് കഥയുടെ പേര്? പെണ്ണായ ഞാൻ.
ഓക്കെ. അപ്പോൾ അമയ അപ്പൊ പെണ്ണായി മാറിയത് വരെയുള്ളതാ ഞാൻ പെണ്ണായി ഞാൻ എന്ന് എഴുതി അത് ആത്മകഥ പബ്ലിഷ് ചെയ്തത് ഷൈൻ ടോം ചാക്കോയും നിയമസഭാ സ്പീക്കർ ഷംസീർ സാറും പന്ന്യൻ രവീന്ദ്രൻ സാറും എല്ലാരും കൂടെ ചേർന്നിട്ട് നല്ലൊരു ഗ്രാൻഡ് അതിഥികളുടെ സാന്നിധ്യത്തിൽ അന്ന് ഷൈൻ ചേട്ടൻ അവിടെ വന്നതിന്റെ ഭയങ്കര ചർച്ചാ വിഷയമായൊരു സംഭവമായിരുന്നു. അപ്പൊ നല്ലൊരു സുഹൃത്താണ് ഷൈൻ ടോം ചാക്കോ, നല്ലൊരു സുഹൃത്താണ്. ഇത്രയും ഒരുപാട് എല്ലാവരെയും മനസ്സിലാക്കുകയും കൂടെ ചേർത്ത് നിർത്താനും കഴിവുള്ള ഒരാൾ. അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ ഇൻഡസ്ട്രിക്കകത്ത് നമ്മളെ ഇഷ്ടപ്പെടുകയും ചേർത്ത് പോയി റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്. നെഗറ്റീവ് പറയുന്നവർക്ക് ഇപ്പോൾ ഇടയ്ക്ക് ഭയങ്കരമായി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹേമ കമ്മിറ്റിയുമായി റിപ്പോർട്ട് വന്നപ്പോൾ സമയത്തും ഒരുപാട് പേര് വിളിച്ചിട്ട് ഒരുപാട് ചാനലുകളും മറ്റുള്ള സ്ഥലത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അമ്മയ്ക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ട് ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് സിനിമകൾ ചെയ്തത് കൊണ്ടായിരിക്കാം, സ്വാഭാവികമായിട്ട് ചോദ്യങ്ങൾ വരും. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ചെയ്ത സിനിമകളിലൊക്കെയും ഡയറക്ടറും അതുപോലെ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നാലും അവരൊക്കെ ഭയങ്കര നല്ല രീതിയിലാണ് പെരുമാറിയിട്ടുള്ളത്. നല്ലതായിട്ട് തന്നെയാണ്. ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത് തന്നെ ഹോർമോൺ എന്ന് പറഞ്ഞൊരു ആൽബം ചെയ്യാനായിട്ട് കോഴിക്കോട് പോയ സമയത്ത് ഹോട്ടൽ തന്ന ഒരു വിഷയം മാത്രം. ഹോട്ടലിൽ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ളത് കൊണ്ട് റൂം തരാൻ ഒരു ബുദ്ധിമുട്ട് കാണിച്ചു. പക്ഷെ എന്നാൽ ഓപ്പോസിറ്റ് അവർ റൂം തന്ന് നല്ല രീതിയിൽ സ്വീകരിക്കുകയും ചെയ്ത് പലതരത്തിലുള്ള ആൾക്കാരാണുള്ളതെന്ന് അങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. എന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരും ഒരുപോലെ അല്ല, ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറാണെന്ന് അന്ന് ഒരുപാട് മനസ്സിലായി. മുന്നേ പഠിച്ചു വന്ന കാര്യമാണ്, മുമ്പേ അറിയാം ജനങ്ങൾ പലതും പല വിധമാണ് എന്നൊക്കെ അറിയാം. പക്ഷെ അത് വലിയൊരു ഇൻസിഡൻ്റ് ആയിരുന്നു. ഞാനതിൽ പ്രതികരിച്ചു, നന്നായിട്ട് പ്രതികരിക്കുകയും ചെയ്തു. അപ്പോൾ അമയ പ്രസാദിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവച്ചത്. അമയ പ്രസാദ് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തു. ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ റിയാക്ട് ചെയ്തു. ഏതായാലും എന്താ പറയുക, ഈ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതിനപ്പുറം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് അമയ പ്രസാദിന് ഇനി എത്തിപ്പെടാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തായാലും എല്ലാ ഉയരങ്ങളും ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും തന്നെ അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. താങ്ക് യു.